കേരളത്തെയും തമിഴ്നാടിനെയും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന തേവാരം മെട്രോ റോഡിനായുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. കമ്പം MLA ജഗന്നാഥ മിശ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം അടിവാരത്ത് നിന്ന് കാൽനടയായി തേവാരം മെട്ടിലേക്ക് എത്തും. ഇത്തവണ റോഡ് തുറക്കാനാവുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് ഉടുമ്പൻചോല MLA സേനാപതിയോട് പറഞ്ഞു. തമിഴ്നാടിനെയും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന റോഡാണ് ഈ ആനക്കല്ലിൽ നിന്ന് ചക്കുളത്തിമെട്ട് താഴെ അടിവാരത്തേക്ക് പോകുന്ന റോഡ്. ഇത് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരമായി ഗതാഗതത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും പോത്തുവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന റോഡുമാണ്. പക്ഷെ കാലാന്തരത്തിൽ റോഡ് ഉപയോഗിക്കാതെ വന്നു. അങ്ങനെ വനഭൂമിയായി മാറി. 80-ലെ കേന്ദ്ര വന നിയമത്തിൽ വന്നതിന് ശേഷം ഇത് ചന്ദന റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ റോഡ് സമ്പൂർണ്ണമായി അടഞ്ഞു പോവുകയാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് TVKയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നിരിക്കുന്നു. കോൺഗ്രസ് MLA ശ്രീ വിശ്വനാഥ പെരുമാളാണ് അവിടുത്തെ വനം വകുപ്പ് മന്ത്രി. അപ്പോൾ കമ്പത്തെ ഇപ്പോഴത്തെ MLA ശ്രീ ജഗന്നാഥ് മിശ്ര അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നു. അപ്പോൾ അദ്ദേഹവും ഇക്കാര്യത്തിൽ വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും ശുഭകരമായ ഒരു കാര്യം. കാരണം ഈ ഗവൺമെന്റിന്റെ പ്രതിനിധി തന്നെ ഈ കാര്യത്തിന് മുൻകൈ എടുത്തുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ റോഡ് പുനർനിർമ്മിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ജനപ്രതിനിധികൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. CMN ഗോപി അടക്കം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഹേശൻ, ബാക്കി ഈ റോഡിന്റെ ഇതുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ കൺവീനർ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു പൂർണ്ണമായ പ്രതീക്ഷ ഇന്നത്തെ ശ്രീ ജഗന്നാഥ് മിശ്രയുടെ വരവോടുകൂടി, കാരണം അദ്ദേഹം ഇതിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കും. അപ്പോൾ ഈ റോഡിന്റെ ഒരു ഫീസിബിലിറ്റിയെ കുറിച്ച് അദ്ദേഹം തന്നെ നേരിട്ട് ബോധ്യപ്പെടുന്നതിനാണ് താഴെ അടിവാരത്തു നിന്നും നടന്ന് എത്തിച്ചേരുന്നത്. അപ്പോൾ 7 കിലോമീറ്ററേ ഉള്ളൂ. ഈ റോഡ് തുറന്നു കഴിഞ്ഞാൽ സോയിസ് കനാൽ തുറന്ന പോലെ വളരെ ഗുണകരമായ ഒന്നാണ്. 100 കിലോമീറ്റർ ചുറ്റി പോകുന്നത്, 50 കിലോമീറ്റർ ചുറ്റി പോകുന്നത് 7 കിലോമീറ്റർ. അതായത് 10 മിനിറ്റിനുള്ളിൽ ആനക്കല്ലിൽ നിന്ന് തമിഴ്നാട്ടിലെത്താം. അവിടെ നിന്ന് ഒരു 15 മിനിറ്റിനുള്ളിൽ കയറ്റം കയറി ഇങ്ങോട്ട് വരാം എന്നുള്ള ഇത്രയും ഷോർട്ടായിട്ടുള്ള ഒരു വഴിയാണ്. അപ്പോൾ അത് തുറക്കും എന്നുള്ള ഒരു സമ്പൂർണ്ണമായ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ്. കേരള ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. കാരണം ഈ സ്ഥലം പൂർണ്ണമായും തമിഴ്നാടിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ ഇതിനുവേണ്ട എല്ലാ മോറൽ സപ്പോർട്ടും, കാരണം ഈ കമ്മിറ്റി വിളിച്ചു കൂട്ടാനും മന്ത്രിമാരെയും MLA-മാരെയും MPയെയും ഒക്കെ കാണാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തമിഴ് സെൽവം തേനി MP വന്നിരുന്നു. അദ്ദേഹവും വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അനുമതി ഉണ്ടായെങ്കിൽ ഇത് വിത്തിൻ ഡേയ്സ്, മണിക്കൂറുകൾക്കകം തീർക്കാൻ കഴിയുന്നതാണ്. അതിനുള്ള സമ്മർദ്ദമാണ് ഉണ്ടാകേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് അതിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കമ്പം MLA ശ്രീ ജഗന്നാഥ മിശ്ര കടന്നു വരുന്നത്. അപ്പോൾ ഈ റോഡ് ഏറ്റവും അടിയന്തരമായി തുറക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ.